ഹലോ അജയ്, ട്രോപ്പിക്കൽ ടെറസ് ഗാർഡൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം കൊമ്പുണക്കം, അതായത് മാവിൻ്റെ കൊമ്പുണക്കം എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഇതിനെ ഡൈബാക്ക് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മാവ് കണ്ടാൽ അറിയാം, ഇത് ബാക്കിയുള്ളിടത്തെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഈ ഒരു കമ്പ് ഈ അഗ്രഭാഗത്തു നിന്ന് ഉണങ്ങി, ഇവിടെ എല്ലാം ഉണങ്ങി ഇലകളെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറെ രണ്ട് കമ്പ് കൂടി കാണിച്ചു തരാം. ഇപ്പം ഈ കമ്പ് നോക്കുകയാണെങ്കിൽ ഇത് ഉണങ്ങിയിട്ട് ഇവിടെ പൂപ്പൊരു പോലെ പിടിച്ചിരിപ്പുണ്ട്. ഇത് അടുത്ത ഇവിടെ ഒരു കൊമ്പ് ഉണങ്ങിയിട്ടുണ്ട്, പിന്നെ ഇവിടെയും ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മാവിൻ്റെ കൊമ്പുണക്കം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗൽ ഡിസീസാണത്. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ, നമ്മൾ മെയ് മാസത്തിൽ ഈ മാവ് നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ട് വളപ്രയോഗമൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു പ്രതിരോധ നടപടികളൊന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല. കാരണം മെയ് 15 തൊട്ട് ഏകദേശം 2-2.5 മാസമായിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഈ മാവിൻ്റെ തണ്ടിൽ ഇപ്പോൾ കോപ്പർ ഓക്സിക്ലോറൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിനെതിരായ ഒരു മരുന്ന് നമ്മൾ ഫംഗിസൈഡൊന്നും അടിച്ചു കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്ന കൊമ്പുണക്കം. ശരിക്കും ഈ കൊമ്പുണക്കത്തിന് പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഫംഗൽ ഡിസീസാണ്. അതായത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഏകദേശം മഴക്കാലത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹ്യൂമിഡിറ്റി ആയിരിക്കും. ഏകദേശം 80% ഹ്യൂമിഡിറ്റി ഇപ്പോൾ ഈ എറണാകുളത്തൊക്കെ ഉണ്ട്. അതുകൂടാതെ ടെമ്പറേച്ചർ ഏകദേശം 25 തൊട്ട് 30 ഡിഗ്രി സെൽഷ്യസിനിടയ്ക്കായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഈ ഫംഗസ് കാര്യമായിട്ട് മാവിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്, മെയ് മാസം തന്നെ പ്രൂണിങ്ങിന് ശേഷം തന്നെ ഈ കമ്പിൻ്റെ അഗ്രഭാഗത്ത് കോപ്പർ ഓക്സിക്ലോറൈഡോ സാഫോ അല്ലെങ്കിൽ റിവൈവ് പോലെയുള്ള ഏതെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ആ അഗ്രഭാഗത്തു നിന്ന് ഉണങ്ങി, അല്ലാതെ ഇപ്പോൾ അല്ലാത്ത രീതിയിലും ഇപ്പോൾ പ്രൂൺ ചെയ്യാത്ത ഭാഗത്തും ഇതിൻ്റെ രോഗം നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണിത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് ഇന്ന് വിശദീകരിക്കാം. ഇങ്ങനെ ഡൈബാക്ക് വന്നിട്ടുള്ളത്, അതായത് കൊമ്പുണക്കം വന്ന ബ്രാഞ്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അത് ഒരു നല്ല പ്രൂണർ വെച്ചിട്ട് അത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു നോക്കാം, ഇത് കണ്ടോ, ഇവിടെ എല്ലാം കയറി ഇലയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പം ഇതിനകത്ത് നല്ല ഫ്രഷായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എവിടം വരെ രോഗം വന്നിട്ടുണ്ടോ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സാഫോ അല്ലെങ്കിൽ വേറെ റിവൈവ് പോലെയുള്ള അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് പോലെയുള്ള ഫംഗിസൈഡ് നമ്മൾ ഇതിന് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഈ രോഗം വരികയും ഇത് പിന്നെയും അടിയിൽ പോയിട്ട് ഈ കമ്പൊക്കെ ഉണങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ഈ കൊമ്പ് ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും കത്തിച്ച് കളയണം. ഇപ്പോൾ അടുത്ത കൊമ്പുകളും 2-3 കൊമ്പിൽ കൂടി ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഒരുമിച്ച് എടുക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ അറിയാം. ഇപ്പം ഇതൊരു പ്രൂണർ വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു. കണ്ടോ, ഇതാണ് രോഗം ഉണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കറുത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ബ്രാഞ്ച് നോക്കാം നമുക്ക്. ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ ഈ അസുഖങ്ങൾ വന്നിട്ട് രോഗം വന്നിരിക്കുകയാണ് ഇതിനൊക്കെ. അതാണ് ഇതിങ്ങനെ കറുത്ത് കാണുന്നത്. അപ്പോൾ ഇതാണ് കൊമ്പുണക്കം എന്ന് പറയുന്നത്. ഇതിനകത്ത് പല പുഴുക്കൾ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇൻസെക്ട്സും കൂടി ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കമ്പുകൾ ആദ്യം മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ജോലി. ഇതുപോലെ മോശമായ കമ്പുകളെല്ലാം തന്നെ നമ്മൾ കളയണം. അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാലൊക്കെ പലതരം പ്രാണികളും ഇൻസെക്ട്സും ഒക്കെ കാണാൻ പറ്റും. കേട്ടോ, ഇതിൻ്റെ ഒരു അകവശം ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഈ കൊമ്പ് ഉണങ്ങി
ഇത് ഈ ഒരു രീതിയിലായി. അപ്പോൾ അത്തരം ആദ്യം ഈ കൊമ്പുകളെല്ലാം കട്ട് ചെയ്തിട്ട് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഫംഗൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് ഈ റിവൈവ് 750 എന്നുള്ള സിസ്റ്റമിക് ആൻഡ് കോണ്ടാക്ട് ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുകയാണ്. ഇതിനകത്ത് കാർബൻഡാസിം 12%, മാങ്കോസബ് 63%, WP എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗിസൈഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിസ്റ്റമിക്കും ആണ് കോണ്ടാക്റ്റും ആണ്. അതായത് ഇത് നമുക്ക് വേണമെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് ഈ മരം മുഴുവനും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതായത് ഈ തണ്ടിലും ശിഖരങ്ങളിലും പിന്നെ എല്ലാ ഇലയിലും ഇലയുടെ അടിയിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്യണം. ആ സ്പ്രേ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അത് ഇതുമാതിരിയുള്ള ഏതെങ്കിലും ഒരു സാൻഡ് പേപ്പർ പോലെ എന്തെങ്കിലും ക്ലോത്ത് പേപ്പർ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു തണ്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ഈ തണ്ടിൽ ഞാൻ അടിച്ച് കാണിച്ചു തരാം. ഇതിൽ ആദ്യം നന്നായിട്ടൊന്ന് ഇതുമാതിരിയുള്ള ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗ്ലൗസ് ധരിക്കുക, മാസ്ക് ഇടുക, ഗ്ലാസ് ഉണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാണ് നമ്മൾ ഗ്ലാസും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് 2 ഗ്രാം എടുക്കുകയാണ്. 2 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പൂൺ എന്ന് കൺസിഡർ ചെയ്താൽ ഇതൊരു 5 ഗ്രാമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് വെള്ളത്തിൽ ഒരു 5 ഗ്രാം വേണം, 5 ഗ്രാം കുറച്ച് തിക്കായിട്ട് എടുക്കാൻ നമുക്ക് 5 ഗ്രാം വരെ എടുക്കാം. കുറച്ച് വെള്ളത്തിലെടുക്കുക, എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റിവൈവ് 750 എന്നുള്ള ആ ഒരു സിസ്റ്റമിക് ആൻഡ് കോണ്ടാക്ട് ഫംഗിസൈഡാണ് എടുത്തത്. ഇതെടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ ബ്രഷ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബ്രഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ബ്രഷാണെങ്കിൽ വലുത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഈ തണ്ടിലൊക്കെ അടിച്ചു കൊടുക്കുക. അതിൻ്റെ ഫ്രണ്ടിലും മുകളിലുമൊക്കെ അടിക്കാം. ഇപ്പോൾ മറ്റ് ഭാഗങ്ങളും കാണിച്ചു തരാം. ഇതിപ്പോൾ തണ്ടിലൊക്കെ നന്നായിട്ട് ഇത് നമുക്ക് വളരെ ഡൈല്യൂട്ടഡ് ആയിട്ട് അടിച്ചാൽ മതി. ഇതുമാതിരി ഇത് വളരെ ചെറിയ അളവിൽ നമ്മളത് നന്നായിട്ട് തണ്ടിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത് താഴേന്ന് തൊട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ ബക്കറ്റിൻ്റെ കീഴ്ഭാഗം നോക്കി അറിയാൻ പറ്റും. ഇവിടെ താഴേന്ന് തന്നെ നമ്മൾ ഈ ഫംഗിസൈഡ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്തരം കൊമ്പുണക്കം പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്ന് നമുക്ക് മരത്തിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ കഴിയാവുന്നിടത്തോളം ബ്രാഞ്ചസിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ തടിയിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നത് ഇനി ഒരു 5 ഗ്രാം ഈ ഫംഗിസൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തടത്തിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിച്ചാൽ സിസ്റ്റമിക് ഫംഗിസൈഡ് ആയതുകൊണ്ട് ഇതിൻ്റെ റൂട്ട്സ് ഇത് അബ്സോർബ് ചെയ്തിട്ട് ഈ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ഒരു ഫംഗിസൈഡിൻ്റെ ഇഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഈ മരത്തിന് അകത്തുനിന്നും നമുക്ക് പ്രതിരോധം കൊടുക്കാം, അതേപോലെ പുറമേ നിന്നും നമുക്ക് കൊടുക്കാം, അതുപോലെ നമുക്ക് സ്പ്രേയും ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം തടിയിൽ തേച്ചു, ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ഗ്രാം എടുത്തു, അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട്
ഇത് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെയ്തത് തടത്തിലും ഒഴിച്ചു കൊടുത്തു, ഒപ്പം തന്നെ നമ്മൾ ഈ തടിയിൽ തേച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി സ്പ്രേ കൂടി ചെയ്തു കൊടുക്കാൻ പോവുകയാണ് മരത്തിൽ. ഇപ്പോൾ 2 ഗ്രാം എടുത്തിട്ടുണ്ട്, അത് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേയറിനകത്ത് ഒഴിക്കുക. എന്നിട്ട് ഈ ഇലകളെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ഇലയുടെ അടിയിലും മുകളിലും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് കൊമ്പുണക്കം എന്ന ഈ രോഗത്തെ പറ്റിയാണ്. ഇത് ആക്ച്വലി ഈ കൊമ്പുണക്കം നമ്മൾ ആദ്യമേ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് ഉണ്ടാകാൻ പോകുന്ന, അടുത്ത സീസണിൽ ഉണ്ടാകാൻ പോകുന്ന കായ്ഫലത്തെ കാര്യമായിട്ട് ഇത് സ്വാധീനിക്കും. മാത്രമല്ല മരം ഈ എൻഡിൽ നിന്നിങ്ങനെ ഉണങ്ങി വന്നിട്ട് ഈ അവസാനം മെയിൻ തണ്ടും ഉണങ്ങി ആ മരം തന്നെ നശിഞ്ഞു പോകും. അപ്പോൾ ഇതുവരെ നമുക്ക് ഇതുവരെ ഫംഗിസൈഡ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർ ഉടനെ തന്നെ മാവിനെ നന്നായിട്ട് നിരീക്ഷിക്കുകയും ഇതുപോലെ കൊമ്പുണക്കം വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇന്ന് പറഞ്ഞ മാതിരി ഫംഗിസൈഡ് അപ്ലൈ ചെയ്തിട്ട് ഈ രോഗത്തെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് കൊമ്പുണക്കത്തെ പറ്റിയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്ത വിഷയമായിട്ട് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.